ഈ 1-2 വീക്കിൽ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അതിൽ ഒന്നാമത്തെ അപ്ഡേറ്റ് കവാസാക്കിയുടെ ഭാഗത്തു നിന്നാണ്. കവാസാക്കിയുടെ 3 മോഡലിൻ്റെ പ്രൈസ് അവർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ പ്രൈസ് ഡ്രോപ്പ് ചെയ്യുന്നത് കവാസാക്കി എന്നൊരു ബ്രാൻഡാണ്. 2-3 മാസങ്ങൾ കഴിയുമ്പോൾ തന്നെ ഈ ഓരോ ബൈക്കിൻ്റെ പ്രൈസ് അവർ ഡ്രോപ്പ് ചെയ്യാറുണ്ട്. ഇപ്പോൾ 3 മോഡൽ എന്ന് പറയുന്നത് ഒന്ന് വേഴ്സിസ് 650 ആണ്. വേഴ്സിസ് 650ക്ക് ഏകദേശം 45,000 രൂപയാണ് ഇപ്പോൾ പ്രൈസ് കുറച്ചിട്ടുള്ളത്. രണ്ടാമത്തെ മോഡൽ കവാസാക്കിയുടെ നിഞ്ച 650 ആണ്. ആ ഒരു മോഡലിന് 30,000 രൂപ അവർ കുറച്ചിട്ടുണ്ട്. അടുത്ത മോഡൽ കവാസാക്കിയുടെ നിഞ്ച 400 ആണ്. ഈ ഒരു മോഡലിന് ഏകദേശം 40,000 രൂപയാണ് ഇപ്പോൾ അവർ കുറച്ചിട്ടുള്ളത്. പ്രൈസ് കുറച്ചതുകൊണ്ട് തന്നെ ഫീച്ചേഴ്സ് കട്ടിങ്ങും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. രണ്ടാമത്തെ അപ്ഡേറ്റ് KTMന്റെ ഭാഗത്തു നിന്നാണ്. KTMന്റെ പുതിയ RC125ൻ്റെയും അഡ്വഞ്ചർ 250ൻ്റെയും പുതിയ മോഡൽ വന്നിട്ടുണ്ട്. 2024 മോഡലിലേക്ക് വരുമ്പോൾ വേറെ സ്പെക്സിന് ഭാഗത്തുള്ള അല്ലെങ്കിൽ മെക്കാനിക്കൽ പരമായിട്ടുള്ള ഒരു മാറ്റവും വന്നിട്ടില്ല. ആകെ വന്ന മാറ്റം കളേഴ്സിലാണ്. RC125നും അഡ്വഞ്ചർ 250ക്കും പുതിയ കളേഴ്സ് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു കളേഴ്സിൻ്റെ പിക്ചർ ഞാൻ ഈ ഒരു സ്ക്രീനിൽ കൊടുക്കാം. പ്രൈസ് കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല, അതേ ഒരു പ്രൈസിൽ തന്നെയാണ് ഇപ്പം വരുന്നത്. അപ്പോൾ പ്രൈസ് ഞാൻ കറക്റ്റ് സ്ക്രീനിൽ കൊടുക്കുന്നതായിരിക്കും. മൂന്നാമത്തെ അപ്ഡേറ്റ് നമ്മുടെ ബജാജിൻ്റെ ഭാഗത്തു നിന്നാണ്. കഴിഞ്ഞ ദിവസമാണ് ബജാജിൻ്റെ NS200ഉം NS160 ലോഞ്ച് ചെയ്തത്. അതിൻ്റെ ഒരുമിച്ച് തന്നെ NSൻ്റെ 125 മോഡലിൻ്റെയും അപ്ഡേറ്റഡ് മോഡൽ വന്നിട്ടുണ്ട്. ഈ ഒരു മോഡലിന് അപ്ഡേറ്റ് കുറച്ച് മുമ്പേ വന്നതാണ്. പക്ഷേ ഈ ഒരു വീഡിയോയിലാണ് നമുക്കിപ്പോൾ പറയാൻ പറ്റിയിട്ടുള്ളത്. മെയിനായിട്ട് വന്ന മാറ്റം ഒന്ന് ഹെഡ്ലൈറ്റിലാണ്. ഹാലജൻ ബൾബ് അവർ മാറ്റിയിട്ട് LED ഹെഡ്ലൈറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും 10x10 നാവിഗേഷനുള്ളൊരു മീറ്റർ കൺസോളും കൊടുത്തിട്ടുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് USB ചാർജിംഗ് പോർട്ടും കൂടി അവർ കൊടുത്തിട്ടുണ്ട്. എഞ്ചിനൊക്കെ വരുന്നത് 125cc സിംഗിൾ സിലിണ്ടർ 4 സ്റ്റോക്ക് എയർ കൂൾ എഞ്ചിനാണ്. മാക്സിമം പവർ 11.8 bhp, മാക്സിമം ടോർക്ക് 11 Nm ആണ്. പിന്നെ 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഫ്രണ്ടിൽ സിംഗിൾ ചാനൽ ABS വരുന്നുണ്ട്. ബാക്കിൽ അഡ്ജസ്റ്റബിൾ മോണോ ഷോക്കാണ്. ഈ ഒരു ബൈക്കിൻ്റെ ഇപ്പോഴത്തെ എക്സ്ഷോറൂം പ്രൈസ് 1,05,000 രൂപയാണ്. അടുത്ത അപ്ഡേറ്റ് നമ്മളെ എൻഫീൽഡിൻ്റെ ഭാഗത്തു നിന്നാണ്. എൻഫീൽഡിൻ്റെ പുതിയൊരു മോട്ടോർ സൈക്കിൾ ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നുണ്ട്. അതായത് എൻഫീൽഡിൻ്റെ റോഡ് സ്റ്റാർ 450 ആണ് ഇനി വരാൻ പോകുന്ന മോഡൽ. ഈ ഒരു ബൈക്കിൻ്റെ പേര് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ല. പല വെബ്സൈറ്റും പറയുന്നത് ഒന്ന് റോഡ് സ്റ്റാർ 450 ആണെന്നാണ്. പിന്നെ പറയുന്നത് നമ്മളെ ഹണ്ടർ 450 എന്നും പറയുന്നുണ്ട്. എന്തായാലും ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിൽ ഒരു പക്ക റോഡ് സ്റ്റാർ മോട്ടോർ സൈക്കിളിൻ്റെ അതേ ഒരു ഡിസൈനാണ്. ഫ്രണ്ടിലൊരു റൗണ്ട് ഷേപ്പിലുള്ളൊരു LED ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലൊരു UHD ഫോർക്ക് ആയിരിക്കും വരാൻ പോകുന്നത്. പിന്നെ ഒരു സിംഗിൾ പീസ് സീറ്റാണ്. പിന്നെ ബാക്കിലെ ടൈൽ സെക്ഷനൊക്കെ നമ്മൾ ഹിമാലയൻ്റെ പോലെ ഇൻ്റഗ്രേറ്റഡ് ആണ്. പിന്നെ ഫുള്ളി LED ഇൻഡിക്കേറ്റർ ആയിരിക്കും ഈ ഒരു ബൈക്കിനും വരാൻ പോകുന്നത്. ഈ ഒരു ബൈക്കിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എഞ്ചിൻ തന്നെയാണ്. നമ്മളെ ഹിമാലയൻ 452 കണ്ടിട്ടുള്ള അതേ ഒരു ലിക്വിഡ് കൂൾ എഞ്ചിൻ തന്നെയാണ് ഈ ഒരു ബൈക്കിനും അവർ കൊടുക്കാൻ പോകുന്നത്. ഒരു 452cc സിംഗിൾ സിലിണ്ടർ 4 സ്റ്റോക്ക് 4 വാൽവ് ലിക്വിഡ് കൂൾ ആയിട്ടുള്ള ഒരു എഞ്ചിനായിരിക്കും. 40 bhp പവറും 40 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനായിരിക്കും. ഈ ഒരു ബൈക്കിന് ഇപ്പോൾ റൈവലായിട്ട് വരുന്ന മോഡൽ KTMൻ്റെ ഡ്യൂക്ക് 390യും സ്പീഡ് 400 ആണ്. ഇപ്പോൾ പല സ്ഥലങ്ങളിലും ടെസ്റ്റിംഗിൽ സ്പൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വർഷം തന്നെ ഈ ഒരു ബൈക്ക് ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും.